നേടിക്കൊടുത്ത സ്ഥാപനമാണ് മാർഗി. മാർഗിയോടൊപ്പം വളർന്ന കലാകാരിയാണ് മാർഗി സതി. കുട്ടിക്കാലത്ത് തന്നെ എല്ലാ കലാരൂപങ്ങളോടും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ താല്പര്യം കണ്ടിട്ട് കലാമണ്ഡലത്തിൻ്റെ അടുത്താണ് എൻ്റെ സ്വന്തം വീട്. അപ്പോൾ കലാമണ്ഡലത്തിൽ കേളി കൊട്ടുമ്പോൾ അത് എൻ്റെ വീട്ടിലേക്ക് കേൾക്കാം, അത്ര അടുത്താണ്. അപ്പോൾ ഈ കലാമണ്ഡലത്തിലെ കാറ്റൊക്കെ എന്താ അറിയില്ല, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ പൊതുവെ എല്ലാ കലാരൂപങ്ങളോടും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എൻ്റെ താല്പര്യം കണ്ടിട്ട് അച്ഛനാണ് കൊണ്ട് കലാമണ്ഡലത്തിൽ ചേർത്തത്. പക്ഷെ കൂടിയാട്ടം നങ്ങ്യാർകൂത്ത് എന്നുള്ളൊരു ഇതിലൊന്നുമല്ല കൊണ്ട് ചേർത്ത്. അതെന്താണെന്ന് അറിഞ്ഞിട്ട് ഞാൻ ചേർന്നതല്ല, അതിലേക്കാണ് അവസരം കിട്ടിയത്. അപ്പോൾ ചേർന്ന് പഠിച്ചു തുടങ്ങിയപ്പോൾ താല്പര്യം തോന്നി. 11 വയസ്സിൽ പഠിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം അവിടെ വെച്ചങ്ങനെ നിന്നു. ഗുരുകുല വിദ്യാഭ്യാസം പോലെ അവിടെ തന്നെ താമസിച്ച് പഠിച്ച് പിന്നെ കുറച്ച് കാലം അങ്ങനെ താമസിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ നിന്ന് പോയി വന്ന് കുറച്ച് സീനിയറായപ്പോൾ വീട്ടിൽ നിന്ന് നടന്നു പോകാവുന്ന ദൂരമുള്ളൂ കലാമണ്ഡലത്തിലേക്ക്. അപ്പോൾ അവിടെ നിന്ന് പോയി വന്ന് പഠിക്കുക എന്നുള്ളൊരു ഇതായി. 4 കൊല്ലത്തെ കോഴ്സ് കഴിഞ്ഞ് പിന്നെ 2 കൊല്ലം വീണ്ടും ഉപരിപഠനം. അത് കഴിഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പോടുകൂടി വീണ്ടും 2 വർഷം കൂടെ പഠിപ്പിച്ച ഗുരുനാഥന്മാരെന്ന് പറഞ്ഞാൽ ഈ കൂടിയാട്ടത്തിനും നങ്ങ്യാർകൂത്തിനും ഒക്കെ വളരെയധികം സംഭാവനകൾ ചെയ്തിട്ടുള്ള പൈങ്കളൻ രാമചാക്യാരാണ് ആദ്യത്തെ ഗുരുനാഥൻ. അദ്ദേഹമാണ് ഇത് ക്ഷേത്രത്തിന് പുറത്തു കൊണ്ടുവന്നതും. മറ്റ് ചാക്യാർ നമ്പ്യാർ സമുദായക്കാർ മാത്രം കൈകാര്യം ചെയ്യുന്ന ഈ കലാരൂപം മറ്റ് ഉള്ള ആളുകൾക്കും പഠിക്കാനും കാണാനും ഒക്കെ അവസരം ഒരുക്കിയത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ആ മഹാമനസ്സുകൊണ്ട് എനിക്കും എന്നെപ്പോലെ മറ്റു പലർക്കും ഇത് പഠിക്കാൻ അവസരം കിട്ടി. 8 കൊല്ലം അവിടെ പഠിച്ച് ഒരു 3 മാസം കലാമണ്ഡലത്തിൽ അധ്യാപികയായിട്ടും കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ അപ്പോൾ ഇടയ്ക്ക് വെച്ച് നിന്ന് വിദ്യാഭ്യാസം വീണ്ടും തുടരാമെന്നുള്ള. അപ്പോൾ പ്രൈവറ്റായിട്ട് 10ാം ക്ലാസ് എഴുതി പാസ്സായി. പിന്നെ പ്രീ ഡിഗ്രിക്ക് ചേർന്ന സമയത്താണ് ഒരു കലാകാരിയെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെട്ടിട്ട് ഒരാൾ, അത് എൻ്റെ അമ്മാവൻ മുഖാന്തരം. അമ്മാവൻ നെല്ലിയോട് വാസന മുമ്പ്, അദ്ദേഹം തിരുവനന്തപുരത്താണ്. അദ്ദേഹം മുഖാന്തരം ഈ ആലോചന വന്ന് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അച്ഛനും സന്തോഷമായി. പഠിച്ചത് വെറുതെ ആവില്ല എന്നുള്ള നിലയ്ക്ക് അങ്ങനെയാണ് തിരുവനന്തപുരത്ത് വന്ന് കേട്ടപ്പോൾ. തിരുവനന്തപുരത്ത് വന്നിട്ട് 10-16 വർഷമായി. ഇവിടെ വന്നപ്പോൾ മാർഗിയിൽ സ്ത്രീവേഷത്തിന് ആളെ വേണമെന്ന് പറഞ്ഞിട്ട് മാർഗിയിൽ ചേർന്നു. മാർഗിയിലെ പ്രധാന കലാകാരിയായിട്ട് അടുത്ത കാലം വരെ ഒരു 3-4 വർഷമായിട്ട് ഇപ്പോൾ അവിടുത്തെ അധ്യാപിക എന്നുള്ള നിലയ്ക്ക് ഉയർന്നിട്ട്. പക്ഷെ മാർഗിയിൽ വന്നിട്ടുള്ള ഗുണമെന്ന് വെച്ചാൽ ഒരുപാട് അരങ്ങുകൾ കിട്ടി. സ്ത്രീവേഷമൊക്കെ വളരെ കുറച്ച് സാധ്യതകളെ കൂടിയാട്ടത്തിലുള്ളൂ. അത് പണ്ട് മുതൽക്കേ അങ്ങനെയായിരുന്നു. പല കഥാപാത്രങ്ങളും രംഗത്ത് വരിക തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന് മാറ്റം വന്നു തുടങ്ങി. അപ്പോൾ ഈ പുസ്തകം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പുണ്ണിക്കാരനോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഇങ്ങനെ ഒരു പുസ്തകമുണ്ട്, അപ്പോൾ അത് നമുക്ക് വല്ലതും ചെയ്യാം. അപ്പോൾ സതി ഇതൊന്നും പഠിച്ചിട്ടില്ല, ഇതൊന്നും ചെയ്യാൻ ഞാൻ പഠിച്ചിട്ടില്ല, എന്നാൽ നമുക്കത് കുറേ ആയിട്ട് തുടങ്ങാം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രേരണയോട് കൂടിയിട്ട് എൻ്റെ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ പ്രേരണയും കൂടി ആയി കഴിഞ്ഞപ്പോൾ അതിലത്തെ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ രംഗത്ത് അവതരിപ്പിച്ച് തുടങ്ങി. ഇപ്പം നങ്ങ്യാർകൂത്ത് എന്നുള്ളത് ഇപ്പോൾ തിരുവനന്തപുരം ഈ ഭാഗങ്ങളിൽ മുഴുവനും നല്ലൊരു നിലയിൽ എത്താൻ അതിന് കേന്ദ്ര സംഗീത അക്കാദമിയുടെ സഹായം കൂടെ ഉണ്ടായിരുന്നു. കാരണം മാർഗിക്ക് 91 മുതൽ പരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ധനസഹായം കേന്ദ്രത്തിൽ നിന്ന് അക്കാദമിയുടെ സഹായം ഉണ്ടായിരുന്നു. അപ്പോൾ
മാസത്തിൽ 4 പ്രോഗ്രാം, ആഴ്ചയിൽ ഒന്നെന്നുള്ള നിലയ്ക്ക് മാസത്തിൽ 4 പരിപാടികൾ. അത് കൂടിയാട്ടമായിട്ടും നെഞ്ഞാർകൂത്തായിട്ടും ചാക്യാർകൂത്തായിട്ടും ഇങ്ങനെ മാറി മാറി. അപ്പോൾ മാസത്തിൽ ഒരു വേഷമെങ്കിലും എന്തായാലും. അപ്പോൾ അതിൽ മിക്കവാറും നങ്ങ്യാർകൂത്ത് ചെയ്യാൻ ഞാൻ താല്പര്യം, അദ്ദേഹം അപ്പോഴും സാറും. അപ്പോൾ ഈ മാർഗിയുടെ കാഴ്ചക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ നല്ല പ്രോത്സാഹനം, അയ്യപ്പ പണിക്കർ സാറ്, പിന്നെ രാമയ്യർ സാറ്, അങ്ങനെയുള്ള കുറച്ച് നല്ല പ്രൗഢമായിട്ടുള്ള എന്താ പറയുക കാഴ്ചക്കാർ. അപ്പോൾ അവരുടെയൊക്കെ പ്രോത്സാഹനം വളരെ ഗണേശയ്യർ, അവരൊക്കെ സംസ്കൃതത്തിൻ്റെ ആൾക്കാരാണ്. അവരൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് കണ്ടിട്ട് എന്തെങ്കിലും ചെറിയ തെറ്റുണ്ടെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഒരു സദസ്സ് നമുക്ക് പ്രത്യേകിച്ച് കലാകാരന്മാർക്ക് വളരെ സഹായമാണ്. അപ്പം ഞാനിതിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. നങ്ങ്യാർകൂത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഇത്രയും പ്രാധാന്യമുള്ള, പഴക്കം ചെന്നതും സ്ത്രീകൾക്ക് ഇത്രയും പ്രാധാന്യമുള്ളതായിട്ടൊരു കലാരൂപം വേറെ ഇല്ല എന്ന് തന്നെ പറയും. ശ്രീകൃഷ്ണ ചരിതമാണ് നങ്ങ്യാർകൂത്തിലെ ഇതിവൃത്തം. ശ്രീകൃഷ്ണന്റെ കഥയെ ഏകാംഗ നൃത്തരൂപമായി വേദിയിൽ അവതരിപ്പിക്കുന്നു. എന്നാൽ മാർഗി സതി ശ്രീരാമചരിതം നങ്ങ്യാരമ്മക്കൂത്തിലെ ആട്ടപ്രകാരം ഒരുക്കിയിരിക്കുന്നു. ഇനി നാം പരിചയപ്പെടാൻ പോകുന്നത് ശ്രീമതി കലാമണ്ഡലം സത്യഭാമയാണ്. മോഹിനിയാട്ടം എന്ന കലാരൂപത്തിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ഒട്ടേറെ കലാകാരികൾ നമുക്കുണ്ട്. അവരിൽ ഒട്ടുമുക്കാൽ പേർക്കും ഗുരുസ്ഥാനീയയാണ് ശ്രീമതി സത്യഭാമ. ഒരു ആത്മസമർപ്പണത്തിന്റെ വിജയഗാഥയാണ് കലാമണ്ഡലം സത്യഭാമ എന്ന നർത്തകിയുടെ, നൃത്ത അധ്യാപികയുടെ ജീവിതം. മോഹിനിയാട്ടത്തിന്റെ ആധുനിക കാലത്തെ വളർച്ചയ്ക്കും വികാസത്തിനും ഈ നൃത്തോപാസകയോട് കലാകേരളം ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. തോട്ടശ്ശേരി ചിന്നമ്മു അമ്മ, കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ എന്നീ ഗുരുപ്രമുഖരിൽ നിന്ന് അഭ്യസിച്ച വ്യത്യസ്ത ശൈലികളെ സമുചിതമായി സംയോജിപ്പിച്ചുകൊണ്ട് സത്യഭാമ ടീച്ചർ സ്വന്തമായി വാർത്തെടുത്ത കലാമണ്ഡലം ശൈലി ഈ കലാരൂപത്തിന്റെ വളർച്ചയുടെ വഴിയിൽ തിളക്കമാർന്ന് നിലകൊള്ളുന്നു. മോഹിനിയാട്ടവും ഭരതനാട്യവും പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ പോയതാണ്. അവിടെ ചെന്ന് മോഹിനിയാട്ടം ആദ്യം തുടങ്ങിയത് അടവുകൾ, ആ ഭരതനാട്യം എൻ്റെ കൂടെ ഉണ്ട് കുറേശ്ശെ. അങ്ങനെ കട്ടടവൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ചിന്നുമാമ്മ ടീച്ചറാണ് അന്ന് അവിടുത്തെ മോഹിനിയാട്ടം ടീച്ചർ ഞങ്ങളെ ചൊൽക്കെട്ടിൻ്റെ അടവുകൾ പഠിപ്പിച്ചു. പിന്നെ അങ്ങനെ ചൊൽക്കെട്ട്, അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ മറ്റേ കുറേശ്ശെ ഭരതനാട്യമുണ്ട്. അങ്ങനെ ചൊൽക്കെട്ട് കഴിഞ്ഞ് പിന്നെ ടീച്ചർക്ക് ഒരു എന്തഹോ വല്ലഭ ഒരു പദം മുഖാരിയിൽ ആ പദം പഠിപ്പിച്ചു. അതിൻ്റെ മുമ്പ് ജേസറൊക്കെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പദം കഴിഞ്ഞിട്ട് പിന്നെ കാമ്പോജി വർണ്ണം. ആ വർണ്ണം ഞാൻ പറഞ്ഞില്ലേ, അടവുകൾ ആദ്യം കുറേ ചവിട്ടി വന്ന് പിന്നെ അഭിനയം അങ്ങോട്ട് തുടങ്ങും. പിന്നെ രണ്ടാമത് പിന്നാക്കം ചാരിയായിട്ട് പോയി പിന്നെ ആദ്യം ഒന്നും കൂടി അടവ് ചവിട്ടി വന്ന് പിന്നെ അനുപല്ലവി തുടങ്ങും. പല്ലവി തുടങ്ങി ചരണം വരെ
അഭിനയങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും. ചരണം കഴിഞ്ഞാൽ പിന്നെ സ്വരം മാത്രമേ ഉള്ളൂ, ചിത്രസ്വരങ്ങൾ, പിന്നെ അഭിനയമൊന്നുമില്ല. അങ്ങനെ അവസാനം വരെ കഴിഞ്ഞു. അന്ന് ഈ പന്തടി സാഹിത്യത്തിൻ്റെ അർത്ഥം അറിയാത്ത തെലുങ്ക് പറഞ്ഞല്ലേ, അപ്പോൾ പന്തടി അന്ന് അത് പ്രധാനമായിരുന്നു. നന്നായിട്ട് പറഞ്ഞത് നല്ല ഐറ്റം ആയിരുന്നു അത്. അതിൻ്റെ ഇടയിൽ നന്നായിട്ട് ചെയ്തിരുന്നു. പിന്നെ അത് തെറ്റാണെന്ന് പറഞ്ഞ ശേഷം നിർത്തിയിട്ട് പിന്നെ ആ സാഹിത്യം, ഈ സ്വരത്തിൻ്റെ സാഹിത്യത്തിന് അഭിനയം ഉണ്ടാക്കി അത് ചെയ്യാൻ തുടങ്ങി. മലയാളത്തിന്റെ മാത്രമായ ഈ നൃത്തരൂപത്തിന് പൂർണ്ണമായും മലയാള തനിമ കൈവരുത്താനുള്ള ടീച്ചറുടെ പരിശ്രമ ഫലമായാണ് ഇടതുഭാഗത്ത് കൊണ്ടകെട്ടി തുടങ്ങിയത്. കഥകളിയിലെ സ്ത്രീവേഷങ്ങളിലെ ചുഴിപ്പ് മോഹിനിയാട്ടത്തിന്റെ അടവുകളിൽ സമർത്ഥമായി ലയിപ്പിച്ചു ചേർത്തതാണ് അവരുടെ മറ്റൊരു ശ്രദ്ധേയമായ നേട്ടം. പ്രശസ്ത കഥകളി നടനായ കലാമണ്ഡലം പത്മനാഭൻ നായരുടെ പത്നി കൂടിയായ സത്യഭാമയ്ക്ക് കളരിയിൽ നിന്നാർജിച്ച അനുഭവജ്ഞാനമായിരുന്നു ഇതിന് സഹായമായി തീർന്നത്. ഞാൻ ടീച്ചറായി കുറേ കഴിഞ്ഞ ആദ്യത്തെ സ്റ്റുഡൻസിൽ പെട്ട് ക്ഷേമാവതി, സരസ്വതി, വിമലാദേവി, അങ്ങനെ കുറേ ആളുകളുണ്ട്. അവരെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ സുഗന്ധി ഒക്കെ കഴിഞ്ഞ ശേഷമാണ് ലീലാമ്മ, ഹൈമവതി അങ്ങനെ ഒരു സെറ്റ് വന്നത്. മറ്റവരൊക്കെ പോയതിൻ്റെ ശേഷം ഇപ്പോൾ ഇവരെ ഞാൻ പുതിയ അടവുകളൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി ലീലാമ്മ, ഹൈമവതി സെറ്റിനാണ്. മറ്റവരൊക്കെ ആദ്യത്തെ സിനിമ ടീച്ചറുള്ള സമയത്തൊന്നും ഉള്ളവരാണ് അവരൊക്കെ വന്നിരുന്നതാണ്. അവരൊക്കെ അത് കഴിഞ്ഞപ്പോൾ പോയി. ടീച്ചർ പോയതിൻ്റെ ശേഷം പിന്നെ ഇവർ വന്നിട്ടാണ് ഐറ്റംസ് അടവുകൾ വേണ്ടേ, മോഹിനിയാട്ടത്തിൽ അടവുകൾ കമ്മിയല്ലേ. അപ്പോൾ അങ്ങനെ ഓരോ ഇവരെ രണ്ടുപേരെയും വേറെ കുട്ടികളെയൊക്കെ വെച്ച് അടവുകളൊക്കെ ഓരോന്ന് പ്രത്യേകം മോഹിനിയാട്ടം ആവണം, ഭരതനാട്യത്തിലേക്ക് കടക്കാൻ പാടില്ല, കഥകളിക്ക് പോകാൻ പാടില്ല. അപ്പോൾ കഥകളിയിൽ നല്ല ഒലച്ചിലുകളും ചില സ്റ്റെപ്പുകളും ഇതൊക്കെ കഥകളിയിൽ നിന്ന് എടുത്താണ്. അങ്ങനെ എടുത്തതാണ്. പിന്നെ മുദ്രകൾ കഥകളിയിൽ നിന്ന് എടുക്കാനല്ലേ ഉള്ളൂ. ഇപ്പോൾ കേരളത്തിലത്തെ കലകൾക്കൊക്കെ മുദ്രകൾ കഥകളിയിൽ നിന്ന് എടുക്കലല്ലേ ഉണ്ടായിരുന്നു. സ്ഥലത്ത് ജീവിക്കുക. പക്ഷെ അതിപ്പോൾ കഥകളിയിൽ വിസ്തരിച്ച് കാണിക്കും. ഞങ്ങളത് അത്ര തന്നെ മോഹിനിയാട്ടത്തിലാകുമ്പോൾ കുറച്ച് ചെറുതാക്കി പറയുക, എന്നുള്ള കഥകളിലാകുമ്പോൾ ഇങ്ങനെ എടുത്ത് കാണിക്കുമല്ലോ. ഞങ്ങളാകുമ്പോൾ ഒന്ന് വെറുതെ മാത്രം. പിന്നെ വള്ളി ഇത് കാണിക്കാൻ കഥകളിയിൽ ഇങ്ങനെ അതായിട്ട് വരും. ഞങ്ങൾ ഇടയ്ക്ക് ഒറ്റ കൈയോടെ കാണിക്കും. പിന്നെ പുഷ്പം എന്നുള്ള ഇത് കഥകളിയാണ്. ഞങ്ങൾ ഇതും ഒക്കെ കാണിച്ചു തരും. മോഹിനിയാട്ടത്തിന്റെ ലാസ്യപ്രകൃതിക്ക് വിരുദ്ധവും വിഘാതവുമാകുന്ന എന്തിനും ഇവർ എതിരാണ്. ദ്രുതകാല പ്രയോഗങ്ങളെ തിരുത്താൻ മുൻകൈയെടുത്തത് ഇത് കാരണമാണ്. മോഹിനിയാട്ടത്തിൽ പുതിയൊരു പാഠ്യക്രമം നടപ്പിലാക്കിയതിന്റെ പിന്നിൽ സത്യഭാമ ടീച്ചറുടെ അശ്രാന്ത പരിശ്രമമുണ്ട്. അറുപതിലേറെ അടവുകളും പദങ്ങളും അതിനനുസൃതമായ പാഠങ്ങളും ഉൾക്കൊള്ളിച്ച് അവർ ഒരുക്കിയ ആട്ടപ്രകാരം മോഹിനിയാട്ടത്തിൽ നിരന്തരം നടത്തിവന്ന പുനരന്വേഷണങ്ങളുടെ സാഫല്യമാണ്. ഒരു അടവ് തുടർന്ന് അഭിനയം എന്ന സത്യഭാമ ടീച്ചറുടെ വിജയകരമായ പരീക്ഷണം പിന്നീട് സർവരാലും അംഗീകരിക്കപ്പെട്ടു. അല്ല, പഴയ അടിസ്ഥാനമായിട്ട് സിനിമ ടീച്ചർ പറഞ്ഞു തന്നിട്ട് 4-5 ഐറ്റമുണ്ടല്ലോ, അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ പിന്നുള്ളതൊക്കെ ചിട്ടപ്പെടുത്തുന്നത്. ഇതിന്ന് കുറേശ്ശെ മുദ്രകൾ എടുക്കും. ഈ ചില അടവുകൾ ഞാൻ പറഞ്ഞില്ലേ, അതെടുക്കും. പിന്നെ കുറേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അടവുകൾ. പിന്നെ കല്യാണിക്കുട്ടമ്മ ടീച്ചറെ ചൊൽക്കെട്ടിൽ കുറച്ചൊരു മാറ്റങ്ങളുണ്ട്, കുറച്ചൊക്കെ. അതും ഞാൻ ഈ വേറെ രണ്ടാമതൊരു ചൊൽക്കെട്ട് ചിട്ടപ്പെടുത്തി അതിൽ ആ ടീച്ചറുടെ ചൊൽക്കെട്ടിൻ്റെ ചില അടവുകളൊക്കെ എടുത്തിട്ടുണ്ട്. മോഹിനിയാട്ടത്തിൽ ഇന്ന് നാം കാണുന്ന ചില അടവുകളെങ്കിലും ശ്രീമതി സത്യഭാമയുടെ സംഭാവനയാണ്.
പനിമതി മുഖിബാലെ, തരുണി ഞാൻ എന്തു ചെയ്യൂ, കാന്താ തവ പിഴ, കരുണ ചെയ്യുവാൻ തുടങ്ങിയ പ്രസിദ്ധ പദങ്ങൾ സത്യഭാമ ടീച്ചർ ചിട്ടപ്പെടുത്തിയത് ചിന്നമ്മു അമ്മയുടെ ശൈലി പിന്തുടർന്നുകൊണ്ടാണെങ്കിലും അവയിലൊക്കെ അവരുടെ സ്വന്തം വിരൽപ്പാട് ആഴത്തിൽ പതിഞ്ഞു കിടപ്പുണ്ട്. ഞാൻ പഠിക്കുന്ന കാലത്ത് 5 മണിക്ക് എണീറ്റ് പാട്ട് ക്ലാസ്സിന്, 5 മണി മുതൽ 6 മണി വരെ പാട്ട് ക്ലാസ്. പിന്നെ 6 മണി കഴിഞ്ഞാൽ 7 മണി മുതൽ ആദ്യം നെയ്സാതകം കഴിഞ്ഞ് 8 മണിക്ക് നിൽക്കും. 8 മണി 8:30 8:30 മണി വരെ കഞ്ഞി എന്തെല്ലാം കുടിച്ച് 8:30യുടെ ഉള്ളിലൊക്കെ കഴിയണം. അത് കഴിഞ്ഞ് 8:30ക്ക് ഡാൻസ് ക്ലാസ് തുടങ്ങി. ഡാൻസ് ക്ലാസ് ഒരു വക കഴിഞ്ഞ് 10 മണി 11 മണിയാകുമ്പോഴൊക്കെ നിർത്തിയാൽ വേറെ ദിക്കിൽ പാട്ട് ക്ലാസ് തുടങ്ങും. ഈ കുട്ടികൾ തന്നെ ചിലവർക്ക് സാഹിത്യ ക്ലാസ് ആവും. അങ്ങനെ മാറിയിട്ട് അങ്ങനെ നടന്നു 12 മണി വരെ അതാവും. അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് പിന്നെ ഒരു സാഹിത്യ ക്ലാസ് ഉണ്ടായിരുന്നു. ഇംഗ്ലീഷോ ഹിന്ദിയോ ഒക്കെ പറഞ്ഞു തരാം. അപ്പോൾ കലാമണ്ഡലത്തിലേക്ക് വരും. ഞങ്ങളൊരു 5-10 കുട്ടികൾ ടീച്ചറൊക്കെ കൂടി കലാമണ്ഡലത്തിൽ വന്ന് ആ ക്ലാസ് കഴിഞ്ഞ് 3 മണിയാകുമ്പോഴേക്കും ഡാൻസ് ക്ലാസ്സിലേക്ക് മടങ്ങിയെത്തും. എന്നിട്ട് 3 മണി മുതൽ ആദ്യം ഡാൻസ് ക്ലാസ് തുടങ്ങി 5-5:30 വരെ കഴിയും. അത് കഴിഞ്ഞ് കുളി എന്തൊക്കെ കഴിഞ്ഞ് പിന്നെ 7 മണിക്ക് ആദ്യം കണ്ണുസാധകം. 7 മണി മുതൽ 8 മണി വരെ കണ്ണുസാധകം. അരങ്ങത്ത് ജ്വലിച്ചു നിൽക്കുന്ന പ്രഗത്ഭ നർത്തകിയാകുന്നതിനു പകരം അനേകം പ്രതിഭാധനരെ അരങ്ങിന് സംഭാവന ചെയ്യുന്ന ഒരു ശ്രേഷ്ഠ ഗുരുനാഥയാകാനായിരുന്നു കലാമണ്ഡലം സത്യഭാമയുടെ നിയോഗം. കുലീനമായ ഒരു കലാസപര്യയുടെ അനേകം പതിറ്റാണ്ടുകൾക്ക് ശേഷം വിശ്രമ ജീവിതത്തിലേക്ക് പിൻവാങ്ങിയെങ്കിലും വിശ്രുതമായ ഒരു ശിഷ്യ പരമ്പരയിലൂടെ കലാമണ്ഡലം സത്യഭാമ മോഹിനിയാട്ട വേദികളിൽ ഇന്നും ഒരു സജീവ സാന്നിധ്യമാകുന്നു. കലാകേരളത്തിന് മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള ഒട്ടേറെ കലാകാരന്മാരും കലാകാരികളും നമുക്കുണ്ട് അല്ലേ?